തുടർന്ന് പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ധ്യാനിപ്പാൻ തിരഞ്ഞെടുത്ത വിലയേറപ്പെട്ട ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ ചില ഭാഗങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. യേശുക്രിസ്തു ഇപ്രകാരം അരുളിച്ചെയ്തു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യനെ സംഖ്യയുമില്ലാതെ ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൻ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലാതെ ഇരുന്നു. എങ്കിലും പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ സംഖ്യയുമില്ല എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ പ്രതിക്രിയ നടത്തി അവനെ രക്ഷിക്കും. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവനാകിയാൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. 2 ഭാഗമുണ്ട്. ഒന്ന്, പ്രാർത്ഥിക്കുമ്പോൾ നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. 2, യേശു കർത്താവ് തന്നെ പറയുന്നു, ഞാൻ മടങ്ങി വരുമ്പോൾ, കർത്താവ് വീണ്ടും ഈ ഭൂമിയിൽ തന്നെ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം ഉള്ളവർ ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മെ ഒരു ഉപമയിൽ കൂടെ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥന ജീവിതം ശക്തിപ്പെടുത്തണം. ആമേൻ. പ്രാർത്ഥന ജീവിതം ശക്തിപ്പെടുത്തണം. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നതാ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാ. നമുക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചലനമുണ്ടാകും. ദൈവത്തിൻ്റെ ദൂതന്മാർ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളെ സഹായിപ്പാൻ, നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങളെ വഴി നടത്തുവാൻ. ഈ ഭാഗം വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്. പൗലോസോ പത്രോസോ പഴയ നിയമത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞ ഒരു സംഭവമല്ല, ഒരു ഉപമയല്ല. യേശു കർത്താവ് ജനത്തോട് ഒരു ഉപമ പറഞ്ഞെങ്കിൽ അത് നമ്മൾ വളരെ കാര്യമായിട്ട് എടുക്കേണ്ട സംഭവമാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അതിനൊരു ഉപമ പറഞ്ഞു തന്നതാണ്. ഒരു പട്ടണത്തിൽ ദൈവത്തെ ഭയമില്ലാതെ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയമില്ലാത്ത മനുഷ്യനെ സംഖ്യമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. എല്ലാ പട്ടണങ്ങളിലും ജഡ്ജസ് ഉണ്ടാവും, ന്യായാധിപന്മാരുണ്ടാവും. ഈ ന്യായാധിപന്മാരെ നിയമിക്കുന്നത് ഗവൺമെൻറ്റാണ്, പ്രസിഡൻ്റാണ് ദേശത്ത് ന്യായാധിപന്മാരെ നിയമിക്കുന്നത്. എന്തിനാ നിയമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അവർക്ക് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വിഷയം പരിഹരിക്കാൻ എവിടെ പോകണം? ന്യായാധിപൻ്റെ അടുത്ത് പോകണം. ന്യായാധിപൻ്റെ അടുത്ത് പോകുമ്പോൾ ന്യായാധിപൻ ന്യായമായിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുമ്പോൾ പിന്നെ ആ വിഷയത്തിൽ അവർക്ക് സമാധാനമുണ്ടാവും. പിന്നെ ആ വിഷയത്തിൽ അവർക്ക് പരസ്പരം പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ സാധ്യമല്ല. അങ്ങനെ ഉണ്ടായാൽ they will be arrested, ശിക്ഷ ഉണ്ട്. അപ്പം ന്യായാധിപന്മാർ ആ കാലഘട്ടം പണ്ട് തൊട്ട് തന്നെ, കാലം തൊട്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചപ്പോൾ അതിന് പരിഹരിപ്പാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ രാജാക്കന്മാർ ന്യായാധിപന്മാരെ വയ്ക്കാനിടയായി.
അപ്പോൾ ന്യായാധിപനെ സംബന്ധിച്ച് അവനൊരിക്കലും പാർഷ്യാലിറ്റി പാടില്ല. അവൻ രക്ഷിക്കപ്പെട്ട പൈതലാണെങ്കിൽ പോലും ഒരിക്കലും രക്ഷിക്കപ്പെട്ടവർക്ക് പാർഷ്യാലിറ്റി കാണിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, സാധ്യമല്ല, പാടില്ല. ജാതി സ്പിരിറ്റ് പാടില്ല, മതം സ്പിരിറ്റ് പാടില്ല, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരിക്കലും പാർഷ്യാലിറ്റി ആർക്ക് പാടില്ല, ന്യായാധിപൻ പാടില്ല. അതിന് യോഗ്യതയുള്ളവരെയാണ് പ്രസിഡന്റ് ന്യായാധിപനായിട്ട് നിയമിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു ന്യായാധിപൻ യോഗ്യതയോട് ആ സ്ഥാനത്ത് പ്രവേശിച്ചെങ്കിലും അവൻ അനീതിയുള്ള ഒരു ന്യായാധിപനായിട്ട് അവിടെ കാണപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ന്യായാധിപനെ സംബന്ധിച്ച് അവൻ ഒരു പവർഫുൾ മാനാണ്, ദേശത്ത് വളരെ പവർഫുൾ മാനാണ്. അവൻ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ അവനൊരു ഏതെങ്കിലും ഒരു സൈഡ് നിൽക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ആ വ്യക്തിക്ക് വിടുതല, ആ വ്യക്തിയുടെ സൈഡ് നിന്നിട്ട് ആ വ്യക്തിയെ വിജയിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ദൈവത്തെ ഭയമുള്ളവനാണെങ്കിൽ അവൻ എന്തു ചെയ്യും, നിയമപ്രകാരം എല്ലാ നിയമങ്ങളെയും അറിഞ്ഞിരിക്കുന്ന ന്യായാധിപൻ ന്യായമായിട്ട് അവർക്ക് പരിഹാരം കൊടുക്കുമ്പോൾ ആ വ്യക്തികൾക്ക് സമാധാനമുണ്ടാകും, അല്ലെങ്കിൽ പരിഹാരമുണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ആ പട്ടണത്തിൽ ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ ദൈവത്തെ ഭയവുമില്ല, മനുഷ്യന് സംഖ്യയുമില്ലാത്ത ഒരു ന്യായാധിപനായിരുന്നു, മനസ്സലിവില്ലാത്ത ഒരു ന്യായാധിപനായിരുന്നു. അവൻ ക്രൂരനായിരുന്നു. അവൻ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊടുക്കാൻ മനസ്സലിവില്ലാത്തവനായിരുന്നു. അങ്ങനെ ആ പട്ടണത്തിൽ ഒരു വിധവ സ്ത്രീയും ഉണ്ടായിരുന്നു. ആ വിധവ സ്ത്രീക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ പരിഹാരത്തിനായി ന്യായാധിപൻ്റെ അടുത്ത് പോയതായിട്ട് കർത്താവ് ഇവിടെ പറയുന്നത് നമുക്ക് കാണാം. അപ്പം വിധവ സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവ് നഷ്ടപ്പെട്ടവൾ, അല്ലെങ്കിൽ രക്ഷകൻ അവളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന വ്യക്തി കൂടെ ഇല്ലാത്തവൾ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവൾ, പാവപ്പെട്ടവൾ, സഹായമില്ലാത്തവൾ, അവളെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു വിധവ സ്ത്രീ തൻ്റെ രക്ഷയ്ക്കായി, അനുഭവിക്കുന്ന തിന്മയിലിരുന്ന് രക്ഷയ്ക്കായി അവൾക്ക് പ്രതിക്രിയ നടത്തിക്കൊടുക്കാൻ അവൾ ആരെടുത്ത് ചെന്നു, ആ പട്ടണത്തിലെ ന്യായാധിപൻ്റെ അടുക്കൽ കടന്നു ചെല്ലാൻ ഇടയായി. ആ വിധവ സ്ത്രീ അനുഭവിക്കുന്ന പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ നിയമിക്കപ്പെട്ട ന്യായാധിപനോട് ചെന്നപ്പോൾ ന്യായാധിപൻ എന്ത് ചെയ്തില്ല, ഒട്ടും മൈൻഡ് ചെയ്തില്ല. അവൾ ഇന്ന് പോയി, പിറ്റേ ദിവസം പോയി, വീണ്ടും പോയി. അവൾ പോയത്, ആ വിധവ സ്ത്രീ അവളോട് പോയത്, അവൻ്റെ അടുക്കൽ പോയത് സ്ഥിര ഉത്സാഹത്തോട് പോയി എന്ന് പറഞ്ഞാൽ, ആദ്യം അവൻ മൈൻഡ് ചെയ്യാതെ ഇരുന്നിട്ടും, രണ്ടാമത്തെ ദിവസം നോ പറഞ്ഞിട്ടും, മൂന്നാമത്തെ ദിവസം ഇത് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ഞാൻ ഇത് കണക്കിലെടുക്കത്തില്ല, ഇത് എൻ്റെ വിഷയമല്ല, നീ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ടും വീണ്ടും അവൾ എന്ത് ചെയ്തു, വളരെ സ്ഥിര ഉത്സാഹത്തോട്, ഇംഗ്ലീഷിൽ പെർസിസ്റ്റൻസ്, സ്ഥിര ഉത്സാഹത്തോട് അവൾ എന്ത് ചെയ്തു, വീണ്ടും സാഹചര്യം നോക്കാതെ, ആ ന്യായാധിപൻ അനീതി എന്ന് നോക്കാതെ, ന്യായാധിപൻ്റെ പശ്ചാത്തലം നോക്കാതെ, യാതൊന്നും നോക്കാതെ അവൻ്റെ പക്ഷത്ത് നിന്ന് എനിക്ക് നീതി ഞാൻ വാങ്ങിക്കും, ഞാൻ പ്രാപിക്കും, പരിഹാരം പ്രാപിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടെ അവൾ എന്ത് ചെയ്തു, സ്ഥിര ഉത്സാഹത്തോടെ അവൾ അനുദിനവും ന്യായാധിപൻ്റെ അടുക്കൽ പോകുവാനിടയായി. ഇത് യേശു കർത്താവ് പറഞ്ഞ ഒരു മനോഹരമായ ഒരു ഉപമയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യർക്കും ഏത് മതമാകട്ടെ, എല്ലാവരുടെ ഉള്ളിലും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആശയവും ആഗ്രഹവും മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവം ഉള്ളിൽ വെച്ചിരുന്നു. ഒരു മനുഷ്യൻ എന്ന് ഈ ഭൂമിയിൽ ജനിക്കുന്നോ അന്നു മുതൽ അവൻ്റെ ഉള്ളിൽ അവനെ സൃഷ്ടിച്ച, ആ വ്യക്തിയെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവം ഒരു ആത്മീയ പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട്, ഒരു ആത്മീയ പൈതലായിട്ടാണ്, ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ഒരു കമ്മ്യൂണിക്കേഷനിൽ, ഒരു കമ്മ്യൂണിയനായിട്ട് ജീവിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവൻ വളർന്നു വരുമ്പോൾ
അവനെ അറിയാതെ തന്നെ ഉള്ളിലിരുന്ന് അവൻ്റെ ഉള്ളിൽ ഒരു ആശയം ഉണ്ടാകും, എങ്ങനെയെങ്കിലും എന്നെ സൃഷ്ടിച്ച ദൈവമായിട്ട് ഒരു ബന്ധം, ഒരു കമ്മ്യൂണിയൻ ഉണ്ടാവണം. ഓരോ മതങ്ങൾക്കും അവരവരുടേതായ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഞാനും അവകാശപ്പെടുന്നത് ദൈവം നമുക്ക് തന്ന വിശുദ്ധ തിരുവെഴുത്തുക്കൾ പ്രകാരം ദൈവത്തെ അപ്രോച്ച് ചെയ്യുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ജനമെന്ന് നിങ്ങൾക്കും എനിക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഒരു ശൂന്യ കഥ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കട്ടുകഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറി കൊണ്ടോ ഉണ്ടായ ഒരു മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം അല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ഒരു മതമോ ഒരു കുലമോ ഒരു വ്യക്തിയോ നമുക്ക് തന്നതല്ല. വളരെ ചരിത്രപരമായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. വളരെ ക്ലിയർ കോൺഷ്യൻസോടെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എല്ലാ മനുഷ്യർക്കും ദൈവമായിട്ട് ബന്ധപ്പെടണം, ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഒരു ആശയം അല്ലെങ്കിൽ ഒരു ദൈവഭയം ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ വരുമ്പോഴാണ്. ഭയങ്കര പ്രാർത്ഥന. ഡെയിലി ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുവാണെങ്കിൽ കൂടുതൽ നേരം പ്രാർത്ഥിക്കും, അല്ലേ? ഈവൻ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം പ്രാർത്ഥിക്കുന്നത് എപ്പോഴായിരിക്കും? നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പം. പരീക്ഷയുടെ ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് എന്താ? കർത്താവേ, എനിക്ക് എങ്ങനെയെങ്കിലും നല്ല മാർക്കോടെ പാസ്സാക്കണം. നല്ല ആഗ്രഹം, എല്ലാവരുടെ ആഗ്രഹമാണ് അത്. വെരി ഗുഡ്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഡിസയർ. കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് പാസ്സായിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ പോകണമെങ്കിൽ മാതാപിതാക്കൾ വളരെ വേദനയോട് പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും ആ കോളേജിൽ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണം. ഇനി അഥവാ നമ്മൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? സാരമല്ലോ, കുഴപ്പമില്ല, ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മൾ ഒരിക്കലും പ്രാർത്ഥന മുടങ്ങത്തില്ല. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു കമ്മ്യൂണിയൻ നമ്മൾ നിലനിർത്താറുണ്ട്. ദൈവസന്നിധിയിൽ നന്ദി പറയും. ആഗ്രഹിച്ചതുപോലെ നമുക്ക് മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മുടെ വീട്ടിലിരുന്ന് ഒരു യാത്ര പുറപ്പെട്ട് ചെല്ലുമ്പം നമ്മൾ പ്രാർത്ഥിച്ചാണ് പോകുന്നത്. എത്ര പേര് പ്രാർത്ഥിച്ച് ഇറങ്ങുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വളരെ വളരെ മനോഹരമായ ഒരു നല്ല ഒരു സ്പിരിച്വൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു നല്ല ഒരു കൾച്ചറാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ചെറിയ യാത്രയാണെങ്കിലും വലിയ യാത്രയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. പപ്പ പറയും, മക്കളെ വന്നോ, പ്രാർത്ഥിച്ചു വിടാം, പ്രാർത്ഥിച്ചിട്ട് പോയിക്കോ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം കണ്ടു. ഹോട്ടലിൽ പോയി കഴിക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ കഴിക്കാതെ ഭക്ഷണം കഴിച്ചു. തൊട്ടടുത്ത് ഭാര്യയുണ്ട്. ഭാര്യ നോക്കിയപ്പം ഭർത്താവ് പ്രാർത്ഥിക്കാതെ കഴിക്കുക. ഭാര്യ ചോദിച്ചു, എന്താടാ നീ അച്ഛാ എന്താ പ്രാർത്ഥിക്കാതെ കഴിക്കുന്നത്? അല്ല, നീയല്ലല്ലോ കുക്ക് ചെയ്തത്. നിങ്ങളെ ഒന്ന് ജസ്റ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമുക്കെപ്പോഴും ഒരു ധാരണ ഉണ്ട്, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കുറച്ചുകൂടെ നല്ലത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കണ്ണടച്ച് നിൽക്കണമെന്നല്ലോ. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന കാര്യത്തിൽ നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കണമെന്നോ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കണോ, ഈ സംഭവങ്ങളൊന്നും അവിടെ യേശു ക്രിസ്തു പറയുന്നതേ ഇല്ല. ഇതൊന്നും പറയുന്നില്ല. എല്ലാം എപ്പോഴും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ്, നമ്മുടെ ആത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാൽ പോലും വണ്ടി പഞ്ചറാവത്തില്ലെന്ന് ഒരു ഉറപ്പില്ല. പക്ഷെ പഞ്ചറായാൽ പോലും നമ്മുടെ അവിടെ എന്തു ചെയ്യും? പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എത്രയും പെട്ടെന്ന് നമ്മൾ റെഡിയായി. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി. ഇല്ല, പ്രാർത്ഥിച്ചിറങ്ങിയിട്ടും വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് വെച്ചോ, നമ്മൾ അവിടെയും പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ കർത്താവ് ഇവിടെ പറയുന്നത് നിങ്ങൾ എന്തു ചെയ്യരുത്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുന്നതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തടസ്സങ്ങൾ വരത്തില്ല എന്ന് വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഓരോ ദിവസവും അതിനതിനായ വെല്ലുവിളികളും അതിനതിനായ തടസ്സങ്ങളും അതിനതിനായ നിരാശകളും പരിഹാസങ്ങളും നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ആശ്വാസം മാത്രമല്ല തരുന്നത്, ദൈവം നമ്മളെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എപ്പോഴും മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നാം മടുത്തു പോകാറുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വിഷയങ്ങൾക്ക് ഉത്തരം വന്നില്ലെങ്കിൽ നാം എന്ത് ചെയ്യും? മടുത്തു പോകും. മടുത്തു പോകുമ്പോൾ നമുക്ക് നിരാശ വരും. നിരാശ വന്നാൽ പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. സംശയം വന്നാലും നമ്മൾ പിന്നെ ആ വിഷയത്തിന് പ്രാർത്ഥിക്കത്തില്ല. പിന്നെ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ പിന്നെ നിരാശ വരും. പിന്നെ മടുത്താൽ നമ്മൾ ഒരിക്കലും ആ വിഷയത്തിന് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ യേശു പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് അടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉടനെ ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അതാണ് ഒരു സത്യക്രിസ്ത്യാനിയുടെ ലക്ഷണം. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം, പ്രാർത്ഥിക്കുന്ന കാര്യം വളരെ എളുപ്പമുള്ള കാര്യമല്ല. സ്റ്റേജിൽ നിന്നും പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മൾ 2-3 മിനിറ്റാണ്. അതെല്ലാം നമുക്കൊരു ചടങ്ങാണ് ആ പ്രാർത്ഥന. ശുശ്രൂഷയ്ക്ക് തുടക്കത്തിലും അല്ലെങ്കിൽ ഇടയിലും അവസാനത്തിലും അതെല്ലാം ഒരു പ്രാർത്ഥനയുടെ വേണ്ടി ഒരു ക്രമീകരിച്ച ഭാഗങ്ങളാണ്. വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്ക്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാത്തത്? അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയും. അതാണ് എൻ്റെ വിഷയം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? വളരെ മടുത്തു പോകാതെ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പക്ഷെ പലപ്പോഴും ചില വിഷയങ്ങൾക്ക് മടുപ്പ് വരാറുണ്ട്. എന്നിട്ടും കർത്താവ് പറയുന്നു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് മടുപ്പ് വരുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ അറിയേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടെ നമ്മൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ചെയ്യുന്ന സമയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുവരെ പരിചയമില്ലാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ഫോണിൽ വിളിക്കുമ്പം ഒരു പരിചയമില്ല. നിങ്ങൾ വിളിച്ചിട്ട് എത്ര സമയമായിരിക്കും? കണ്ടിട്ടേ ഇല്ലാത്ത ഒരു വ്യക്തി ഫോണിൽ വിളിക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യും? എത്രയും വേഗം വിളിച്ചിട്ട് കട്ട് ചെയ്യും. ഒരാളെ കണ്ട് സംസാരിക്കുമ്പം നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കും. കാരണം സംസാരിക്കുമ്പം ആ വ്യക്തി കേൾക്കുന്നു, അതിന് പ്രതികരിക്കുന്നു, അതിന് റിപ്ലൈ വരുന്നു. എല്ലാ സെൻറ്റൻസിനും അല്ലെങ്കിൽ എല്ലാ വിഷയത്തിനും യെസ് അല്ലെങ്കിൽ നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശയങ്ങൾ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അടുക്കത്തില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തേയില്ല. ഇങ്ങനെ അവർക്ക് സംസാരിക്കാൻ ഓരോ ടോപ്പിക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നോട് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കഥ പറയുന്നു, തീരുന്നതിന് മുമ്പ് അടുത്ത കഥ. ഞാൻ പറഞ്ഞു, എൻ്റെ സമയം പോകുവാണല്ലോ. ഞാൻ അങ്ങനെ വിചാരപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അവർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്? എന്നെ അറിയാം. സംസാരിക്കുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നു, യെസ് ഓർ നോ പറയുന്നു, അല്ലെങ്കിൽ ചില ആശയങ്ങൾ പറയുന്നു. തർക്കിക്കാതെ ഇരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോൺവെർസേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവമായിട്ട് സംസാരിക്കുമ്പം തിരിച്ചൊന്നും കേൾക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം പറയുമ്പം ദൈവം അവിടെ നിന്ന് യെസ് ഓർ നോ പറയുന്നില്ല. സോ വി ആർ ഡിസ്ട്രാക്റ്റഡ്. അടുത്ത സെൻറ്റൻസ് നമുക്ക് പോകുക, ആ വിഷയം വിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകുക. നമ്മൾ പരസ്പരം ഒരു വിഷയം സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വിഷയം പോകത്തില്ല. ആ വിഷയം പരിഹരിക്കുന്നവർ സംസാരിച്ചു കൊണ്ടിരിക്കും, തർക്കിക്കുകയോ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണെങ്കിൽ പരസ്പരം അറിയുന്നത് ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ദൈവമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, തിരിച്ച് എന്തെങ്കിലും കേട്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ എന്തെങ്കിലും കേട്ടോ? ദാറ്റ് ഈസ് വൈ യു ആർ ഡിസ്ട്രാക്റ്റഡ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് പോകുന്നത്. പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് പറ്റുന്നില്ല. ആമേൻ.
നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പോൾ ഇങ്ങോട്ട് ഒന്നും പറയുന്നത് നമുക്ക് ഒന്നും പറയാത്തത് കൊണ്ട്, തിരിച്ചൊന്നും സംസാരിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വിഷയങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുക, മടുത്തു പോവുക. മതി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുക. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ മനുഷ്യനോട് ആശയ വ്യത്യാസം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ടാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പം പ്രവൃത്തികളാണ് വെളിപ്പെടുന്നത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയാം. നിങ്ങൾ മനുഷ്യരോട് സംസാരിക്കുമ്പം തിരിച്ച് എസ് ആർ നോ ഉടനെ പറഞ്ഞെങ്കിലും, പരിചയമുള്ളവരോട് ഒത്തിരി സംസാരിച്ചിരുന്നെങ്കിലും, സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിങ്ങളോട് നേരിട്ട് ഇന്നുവരെ സംസാരിച്ചിട്ടേ ഇല്ല. ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാം താൻ ആരോടെയാണ് സംസാരിക്കുന്നത്? ദൈവത്തോടെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം എസ് ആർ നോ കിട്ടത്തില്ല, പക്ഷെ പ്രവൃത്തികൾ വെളിപ്പെടും, നിശ്ചയം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മൗനമായിട്ടിരുന്നാലും നിങ്ങൾ മടുക്കാതെ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ, മനുഷ്യർ വെറുതെ വാക്കാൽ ഉത്തരം പറയുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തികളിൽ കൂടി വെളിപ്പെടും, നിശ്ചയം. ആമേൻ. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ദൈവപുത്രൻ സ്നാനമേറ്റപ്പോൾ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് അലറി പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. ഉത്തരം വന്നില്ല, മൗനമായിരുന്നു. ക്രൂശിൽ കടന്നപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചപ്പോൾ ഉത്തരമില്ലായിരുന്നു. പക്ഷെ മൂന്നാം ദിവസം പ്രവൃത്തിയിൽ കൂടി വെളിപ്പെട്ടതുപോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നില്ലെങ്കിലും ദൈവം പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടും, നിശ്ചയം. നമുക്കറിയാം, 10-17 വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്ന് കുടുംബത്തിന് ദൈവം മക്കളെ കൊടുക്കുമെന്ന് വാക്കാൽ പറഞ്ഞില്ല. പക്ഷെ വിശ്വാസത്തോട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ച്, ആദ്യം ഉണ്ടായത് അബോട്ടായിപ്പോയി, രണ്ടാമതുണ്ടായത് അബോട്ട് ചെയ്യേണ്ടത് വന്നു. എന്നിട്ടും മടുക്കാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് അവൻ മൗനമായിരുന്നെങ്കിലും തൻ്റെ പ്രവൃത്തിയിൽ വിശ്വസ്തനായിരുന്നതുപോലെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, നിൻ്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം യെസ് ആർ നോ പറഞ്ഞില്ലെങ്കിലും നീ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും, നിശ്ചയം. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ന്യായാധിപൻ ഇപ്രകാരം പറഞ്ഞു, അവൾ എന്നും എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് പ്രതിക്രിയ നടത്തും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവൻ പ്രതിക്രിയ നടത്തി കൊടുത്തു. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. പ്രത്യാശ ഉള്ളവൻ ഒരിക്കലും മടുത്തു പോകത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം ഉണ്ടാവണം. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും മടുത്തു പോകത്തില്ല. പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കണം. പെർസിസ്റ്റൻസ് ഉണ്ടാകണം, സ്ഥിരത ഉണ്ടാകണം, അതിലൊരു ഉത്സാഹം ഉണ്ടാകണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ അനീതിയായ ഒരു ന്യായാധിപൻ ആ വിധവ സ്ത്രീക്ക് പ്രതിക്രിയ നടത്തിക്കൊടുത്തെങ്കിൽ നമ്മുടെ നീതിയുള്ള ദൈവൻ എത്രമാത്രം നമുക്ക് പ്രതിക്രിയ നടത്തിത്തരും. അതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നാം സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കണം. പെർസിസ്റ്റൻസ് ആയിരിക്കണം.
ഏത് വിഷയമാകട്ടെ, മക്കളുടെ വിഷയമായിരിക്കാം, ജീവിത പങ്കാളിയുടെ വിഷയമായിരിക്കാം, അഡ്മിഷൻ്റെ വിഷയമായിരിക്കാം, ഫീസ് അടയ്ക്കുന്നതിൻ്റെ വിഷയമായിരിക്കാം. നിങ്ങളുടെ വരുമാനത്തെ ആധാരമാക്കി ഒന്നും പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആധാരമാക്കി, നിങ്ങൾക്ക് ജീവനും തന്ന സ്വർഗത്തിലെ ദൈവത്തെ ആധാരമാക്കിക്കൊണ്ട് പരിശുദ്ധനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രതിക്രിയ ഈ നീതിയുള്ള ദൈവം നടത്തിത്തരും നിശ്ചയം. ചിലരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാം. അതിനൊരു ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. ഒരു ചെറിയൊരു ഉദാഹരണം. വീട്ടിൽ റൂമിൻ്റെ അകത്തടച്ചിരിക്കുമ്പോൾ കുഞ്ഞു പിള്ളേർ വാതിലിൽ തട്ടിയിട്ട് പെട്ടെന്ന് ഓടി പുറത്തേക്ക് വിളിക്കും. കുറച്ച് കഴിഞ്ഞ് റൂമിൻ്റെ അകത്തിരിക്കുന്നത് അപ്പനോ അമ്മയോ സഹോദരന്മാരായിരിക്കും. തുറന്ന് നോക്കുമ്പം റൂമിൻ്റെ പുറത്ത് ആരെ കാണത്തില്ല. ചിലർ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ, ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി ഒന്ന് കതക് തട്ടിയിട്ട് അങ്ങ് അവരുടെ വഴി പോകും. കുറച്ച് കഴിഞ്ഞ് കർത്താവ് ഒന്ന് തുറന്നു നോക്കുമ്പം പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടാവത്തില്ല. തട്ടിയിട്ട് ഓടുന്നവരായിരിക്കരുത്, തട്ടിക്കൊണ്ടിരിക്കണം, പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കണം. സ്ഥിര ഉത്സാഹത്തോട് നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ കാരണം ഈ ഉദാഹരണം അല്ലെങ്കിൽ ഈ ഉപമ പറഞ്ഞത് പൗലോസോ പത്രോസോ അല്ല. ഈ ഉപമ പറഞ്ഞത് നിന്നെ വീണ്ടെടുക്കാൻ ഈ ഭൂമിയിൽ ജനിച്ച സർവശക്തനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ഒരു നാളും സ്വർഗത്തിലെ ദൈവം കൈവിടത്തില്ല. അതുകൊണ്ട് ഈ അനീതിയായ ന്യായാധിപൻ അവൾക്ക് പ്രതിക്രിയ നടത്തിക്കൊടുക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവളെ പേടിച്ചിട്ട പ്രതിക്രിയ നടത്തിക്കൊടുത്തത്. പക്ഷേ നമ്മുടെ നീതിയുള്ള ദൈവം നിങ്ങൾക്കും എനിക്കും പ്രതിക്രിയ തരാൻ പോകുന്നത് തൻ്റെ എറ്റേണൽ ലവ്, ആ നിത്യസ്നേഹം നമ്മളോടുള്ളത് കൊണ്ടാണ് അവൻ ഹല്ലേലൂയ നമുക്ക് പ്രതിക്രിയ നടത്തി തരുന്നത്. ന്യായാധിപൻ വിധവ സ്ത്രീയെ രക്ഷിക്കാൻ കാരണം അവളെ പേടിച്ചിട്ട. പക്ഷേ ഈ ന്യായാധിപൻ നിങ്ങളെയും എന്നെയും രക്ഷിക്കുന്നത് നമ്മളോടുള്ള സ്നേഹമാണ്. ഇവിടെ അനീതിയായ ന്യായാധിപൻ അവളെ രക്ഷിക്കാൻ കാരണം താൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രശ്നത്തിൽ എങ്ങനെ ഒഴിവാക്കണമെന്ന് വിചാരിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവളെ രക്ഷിച്ചത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെയും എന്നെ രക്ഷിച്ചത് ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിതാവ് നിങ്ങളെയും എന്നെയും ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കർത്താവ് ഡിസൈഡ് ചെയ്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി അവൻ പ്രതിക്രിയ നടത്തിത്തരും. നീ ഏത് പ്രതികൂലത്തിൽ കൂടി കടന്നു പോയാലും, ഏത് പ്രയാസത്തിൽ കൂടി കടന്നു പോയാലും, ഏത് സങ്കടങ്ങളിൽ കൂടി കടന്നു പോയാൽ നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി തരുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചു. അതുകൊണ്ട് നിൻ്റെ രക്ഷകർത്താവായി നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിന് വേണ്ടി ഈ ദേശത്തിന് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്ന ഈ നീതിയുള്ള ന്യായാധിപൻ്റെ അടുക്കൽ നീ കടന്നുപോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളാകട്ടെ, ഏത് പ്രയാസങ്ങളാകട്ടെ, മടുത്തു പോകാതെ സ്ഥിര ഉത്സാഹത്തോട് ഈ കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾ കടന്നുപോയാൽ ഒരു നാളും നിങ്ങളെ തള്ളിക്കളയത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. വീണ്ടും ആ യേശു കർത്താവ് ഉപമ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നേ. തൻ്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കാതിരിക്കുമോ? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാർ, വൃദ്ധന്മാർ, ദൈവപുരുഷന്മാർ, വിശ്വാസികൾ, ഡിസൈപ്പിൾസ്, അവനെ പിൻഗമിക്കുന്ന ഭക്തന്മാർ രാപ്പകൽ നിലവിളിക്കുമ്പോൾ ഓർത്തു നോക്കി, എത്രയോ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയ എത്രയോ മഹാന്മാർ, എത്രയോ അപ്പോസ്തലന്മാർ, ഡിസൈപ്പിൾസ്, കർത്താവിന് വേണ്ടി വിലയേറപ്പെട്ട സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്രയോ പ്രയാസങ്ങൾ വന്നു, എത്രയോ പ്രതിസന്ധികൾ വന്നു, എത്രയോ കഷ്ടങ്ങൾ വന്നു, എത്രയോ ശത്രുക്കൾ അവർക്ക് വിരോധമായി എഴുന്നേറ്റു, അവരെ തല്ലിച്ചതച്ചു. പക്ഷേ അവർ രാപ്പകൽ മടുത്തുപോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെന്ന, രാപ്പകൽ മടുത്തുപോകാതെ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന, ഹല്ലേലൂയ, അവർ പ്രാർത്ഥിച്ചത് കൊണ്ട് ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളെയും തരണം ചെയ്തു പോകാനുള്ള
ബലം സ്വർഗത്തിലെ ദൈവം നൽകി. ഹല്ലേലൂയ. അവർ രാപ്പകൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ യാചിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ ശത്രുക്കളുടെ നടുവിൽ, ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ, അവഗണിക്കപ്പെട്ടവരുടെ നടുവിൽ ദൈവം തൻ്റെ കൃപയെ പകരുവാനിടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ജനമേ, ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിച്ച് മടുത്തുപോയി അല്ലെങ്കിൽ സംശയിച്ച് വിചാരപ്പെട്ടിരിക്കുന്ന ഹല്ലേലൂയ സന്ദർഭങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധനായ ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ നിങ്ങൾ മടുത്തു പോകരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസ ജീവിതം ജയോത്സവമായി തീരുവാൻ, നിങ്ങളുടെ വിശ്വാസ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്ഥിര ഉത്സവം ഉണ്ടായിരിക്കണം. അതിലൊരു സ്ഥിരത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ പ്രാർത്ഥിക്കണോ വേണ്ടിയോ എന്നല്ല, പ്രാർത്ഥിച്ചാൽ ലഭിക്കുമോ ഇല്ലയോ എന്നല്ല, സംശയത്തോടെ അല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇരുമനസ്സോടെ അല്ല പ്രാർത്ഥിക്കേണ്ടത്, ഉറപ്പോടെ പ്രാർത്ഥിക്കണം. എനിക്ക് ഈ വിഷയത്തിന്മേൽ ദൈവം പരിഹാരം തരും, ഈ വിഷയത്തിന്മേൽ ദൈവം എനിക്ക് വഴികളെ തുറന്നു തരും, ഈ വിഷയത്തിന്മേൽ എനിക്ക് എൻ്റെ ദൈവം പരിഹാരം തരും എന്നുള്ള ഉറപ്പോടെ സ്ഥിര ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിലും സ്ഥിര ഉത്സാഹത്തോട് പിറ്റേ ദിവസവും പ്രാർത്ഥിക്കണം. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഉത്തരം വന്നില്ലെങ്കിൽ വീണ്ടും സ്ഥിര ഉത്സാഹത്തോട് വീണ്ടും 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 പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ഹല്ലേലൂയ ചില വ്യക്തികൾ പ്രാർത്ഥിച്ച് മടുത്തുപോയ അവസ്ഥയിൽ ഇവിടെ കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഈ ദൈവം മൗനമായിരിക്കുന്നത് കൊണ്ടാണല്ലോ മടുത്തുപോയത്. ഹല്ലേലൂയ ഏതൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ, തിരിച്ച് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ മടുത്തു പോകും. പക്ഷേ ഹല്ലേലൂയ ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയോട് സംസാരിച്ചെങ്കിൽ നമുക്ക് മടുത്തു പോകും. സംസാരിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മടുത്തു പോകും. ഹല്ലേലൂയ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് മടുപ്പ് വരുന്നത്. പക്ഷെ ഓർത്തോളം, നിൻ്റെ ഓരോ കാൽച്ചുവടുകളെയും വളരെ ശ്രദ്ധയോട് നോക്കുന്ന ഒരു സൃഷ്ടാവ് നിൻ്റെ പക്ഷത്തുണ്ടെന്ന് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ പല തിന്മകൾ, ശത്രുക്കൾ, ഹല്ലേലൂയ പൈശാചികൾ നിനക്ക് വിരോധമായി ഗണികൾ ഒരുക്കിയപ്പോൾ ഓർത്തോളം, ഒരു ഗണിയിൽ പോലും നീ അകപ്പെടാതെ വളരെ ശ്രദ്ധയോട് നിന്നെ പരിപാലിച്ച ഒരു ദൈവം നിൻ്റെ പക്ഷത്തുണ്ടെന്ന് നീ മറന്നു പോകരുത്. നീ പ്രാർത്ഥിച്ചപ്പോഴും ദൈവം നിനക്ക് പ്രവർത്തിച്ചു, നീ പ്രാർത്ഥിക്കാതെ ഇരുന്നപ്പോഴും സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് നീ മറന്നു പോകരുത്. നീ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വിഷയങ്ങൾക്കെല്ലാം ദൈവം ഉത്തരം തന്നെങ്കിലും നീ പ്രാർത്ഥിക്കാത്ത പല വിഷയങ്ങൾക്കും, നീ ആഗ്രഹിക്കാത്ത പല വിഷയങ്ങൾ ഹല്ലേലൂയ ദൈവം നിനക്ക് തന്നു എന്നുള്ളത് നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുന്ന വിഷയം, നീ ആഗ്രഹിക്കുന്ന വിഷയം, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ എന്തുകൊണ്ടാ അതിന് ഉത്തരം വന്നില്ല എന്ന് വിചാരപ്പെടുന്നതിനേക്കാളും അനീതിയായി കാണപ്പെട്ട ഒരു ന്യായാധിപൻ ഹല്ലേലൂയ വിധവ സ്ത്രീക്ക് പ്രതിക്രിയ നടത്തി കൊടുത്തെങ്കിൽ കർത്താവ് പറയുന്നത് ഹല്ലേലൂയ കർത്താവ് അവിടെ പറയാൻ ഹല്ലേലൂയ നിന്നിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇതാണ്. ഹല്ലേലൂയ അവൾ സ്ഥിര ഉത്സാഹത്തോട് അവൻ്റെ അടുക്കൽ വീണ്ടും വീണ്ടും ചെന്നു. അവൻ്റെ അവസ്ഥയല്ല അവൾ കണ്ടത്, അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയല്ല പോയത്. ഹല്ലേലൂയ അതിനേക്കാളും അപ്പുറമായിട്ട് അവനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ. അവൻ്റെ അടുക്കൽ പോയാൽ അവൻ ഏത് സ്വഭാവക്കാരനായി ഇരുന്നാലും എനിക്ക് സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്, അവൻ മുഖാന്തരം എനിക്ക് എൻ്റെ ദൈവം പരിഹാരം തരുമെന്നുള്ള മനോഭാവത്തോട് വീണ്ടും വീണ്ടും പ്രതിക്രിയ നടത്തുവാൻ അവൻ്റെ അടുക്കൽ ചെന്നതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവൻ്റെ മനസ്സ് മാറ്റി. ഹല്ലേലൂയ അവൻ ദൈവത്തെ ഭയപ്പെടാത്തവൻ, മനുഷ്യനോട് സംശയമില്ലാത്തവൻ എന്ന് അവൻ പറഞ്ഞിട്ടും തന്നെ ഹല്ലേലൂയ അവൻ്റെ മനസ്സ് മാറ്റിയതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ഹല്ലേലൂയ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും നിശ്ചയം എന്നുള്ളത് യാതൊരു സംശയമില്ല. പ്രാർത്ഥിച്ച് മടുത്തുപോയ വിഷയമുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കരങ്ങളെ നീട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ മടുത്തുപോയ സാഹചര്യങ്ങളുണ്ട്. കർത്താവേ എത്ര കാലമായി ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ ചിലപ്പോൾ നിന്നെ രൂപാന്തരപ്പെടുത്താനായിരിക്കും, നിന്നെ ക്രമീകരിക്കാനായിരിക്കും, എല്ലാം നന്മയ്ക്കാ. നിനക്കറിയാം പ്രാർത്ഥന ഒന്നും കേൾക്കപ്പെടാതിരിക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്നതെല്ലാം മാത്രമല്ല, നീ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ദൈവം കേൾക്കുന്നുണ്ട്, നിൻ്റെ ഓരോ പ്രവൃത്തികളും സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ അപ്പോൾ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതിരിക്കുമോ? പക്ഷേ അതിൽ ഒരു സ്ഥിര ഉത്സാഹം വേണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം. ഒരു സ്ഥിര ഉത്സാഹം
ഉത്സാഹം അവിടെ ഉളവാകുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും, ഹല്ലേലൂയ, ആ വിഷയത്തിന്മേൽ വളരെ തീഷ്ണതയോട്, ഫെർവൻ്റ്ലി, ഹല്ലേലൂയ, പെർസിസ്റ്റൻ്റോടെ അവൻ പ്രാർത്ഥിക്കുന്ന വിഷയമായതുകൊണ്ട്, ഹല്ലേലൂയ, അവൻ ആവശ്യമെന്ന് ദൈവം അറിഞ്ഞ് നിൻ്റെ ആവശ്യത്തെ ദൈവം നിവർത്തിച്ച് തരുവാൻ മതിയായവൻ. എന്താണ് നിൻ്റെ വിഷയം? ദൈവസന്നിധിയിൽ കരങ്ങൾ നീട്ടിപ്പിടിക്കാം. പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിൻ്റെ തലകളെ വണക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ യേശു കർത്താവ് മടങ്ങി വരും. അതിൻ്റെ അർത്ഥം യേശു കർത്താവ് വീണ്ടും വരും. അവൻ വരുന്ന ഒരു ദിവസമുണ്ട്, അവൻ വരുന്ന ഒരു നാളികയുണ്ട്, അവൻ വരുന്ന ഒരു ദിവസമുണ്ട്. വരും, നിശ്ചയം വരും. ഹല്ലേലൂയ. യേശു പറഞ്ഞാൽ അത് അവൻ നിവർത്തിക്കും. സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, പുത്രനെ അയച്ചെങ്കിൽ തീർച്ചയായിട്ടും വരും. അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും. സ്വർഗത്തിലെ ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ വീണ്ടെടുത്ത ദൈവം, നിന്നെ തന്നോട് വസിപ്പാൻ കൊണ്ടുപോകാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും വരും, നിശ്ചയം. പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്ഥിരത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, സ്ഥിര ഉത്സാഹം ഉണ്ടായിരിക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പുണ്ടായിരിക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയില്ല എന്ന് നീ മടുത്തു പോകരുത്, നീ വിചാരപ്പെടരുത്, നീ വേദനിക്കരുത്. നീ ദൈവത്തോട് ഏത് വിഷയം പറഞ്ഞാലും അതിൽ സ്ഥിര ഉത്സാഹം ഉണ്ടായിരിക്കണം. അതിൽ വേദന ഉണ്ടാവാൻ പാടില്ല, അതിൽ വിചാരമുണ്ടാവാൻ പാടില്ല. നീ ഒരു മനുഷ്യനോട് പറയുന്നത് പോലെയല്ല ദൈവത്തോട് പറയുന്നത്. മനുഷ്യൻ ഉടനെ അവൻ യെസ് ആർ നോ പറഞ്ഞെങ്കിലും അത് പ്രവൃത്തികളിൽ കൂടി വെളിപ്പെട്ട് വരണമെന്നില്ല. പക്ഷെ നീ ദൈവത്തോട് പറയുന്ന കാര്യം നീ സ്ഥിര ഉത്സാഹത്തോട് പറഞ്ഞെങ്കിൽ അത് നിശ്ചയം വെളിപ്പെട്ട് വരും, നിശ്ചയം അത് വെളിപ്പെട്ട് വരും, നിശ്ചയം. അവൻ, ഹല്ലേലൂയ, വീരനാം ദൈവം, അവൻ പ്രവൃത്തികളിൽ വലിയവൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. മുടങ്ങാതെ പ്രാർത്ഥിക്കണം, സ്ഥിരതയോട് പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവദൂതന്മാർ ബിസിയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ കയറാനും ഇറങ്ങാനും തുടങ്ങും. ഹല്ലേലൂയ. വിഷയം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കൊണ്ടുപോകും. അവർ മൗനമായിരിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചിട്ടുണ്ട്. കാര്യസ്ഥൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്റെ പക്ഷത്തുണ്ട്, നിനക്കായി ഉണ്ട്, നിനക്ക് വേണ്ടിയുണ്ട്, നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തോട് യാചിക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ത്യകാലത്ത് പലരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എങ്ങനെ നഷ്ടപ്പെടും? എങ്ങനെ നഷ്ടപ്പെടും? വിശ്വാസം എങ്ങനെ നഷ്ടപ്പെടും? പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഒരു സമൂഹം പഠിപ്പിച്ചിരിക്കുന്നത് നേർച്ച നേർന്നാൽ നിങ്ങൾക്ക് കാര്യം സാധിക്കാമെന്ന്. യേശു കർത്താവ് വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല നേർച്ച നേർന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടും. നിന്റെ പ്രതിരോഗിയോട് പ്രതിക്രിയ നടത്തിത്തരും എന്ന് നീ നേർച്ച നേർന്നാൽ നിന്റെ പ്രതിരോഗിയോട് പ്രതിക്രിയ നടത്തിത്തരുമെന്ന് വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. നീ ഇന്ന മല കയറി ഇന്നത് നേർന്നാൽ നിനക്ക് പ്രതിക്രിയ നടത്തിത്തരുമെന്ന് യേശു കർത്താവ് എങ്ങും അരുളി ചെയ്തിട്ടില്ല. നീ ഇന്ന പ്രവാചകന്റെ അടുത്ത് പോയി ആലോചന ചോദിച്ചാൽ നിനക്ക് പ്രതിക്രിയ നടത്തിത്തരുമെന്ന് വേദപുസ്തകത്തിൽ യേശു കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. നീ ഇന്ന പ്രാർത്ഥന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് പ്രതിക്രിയ നടത്തിത്തരുമെന്ന് യേശു കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അത് ദേവാലയത്തിൽ തന്നെ പോയി പ്രാർത്ഥിക്കണമെന്ന് യേശു കർത്താവ് പറഞ്ഞില്ല. നിനക്ക് എവിടെ ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കാം, വീട്ടിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം. അത് മുട്ടുമേൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കണ്ണടച്ച് തന്നെ പ്രാർത്ഥിക്കണമെന്ന് യേശു കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് നീ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരിക്കലും മടുത്തു പോകരുത്. നിന്നിലിരുന്ന് പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ പെർസിസ്റ്റൻസാ. താങ്ക് യു ജീസസ് ലോർഡ്. സ്ഥിര ഉത്സാഹത്തോടുള്ള ഒരു പ്രാർത്ഥന,
അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ സംശയം ഉണ്ടാകത്തില്ല, നിരാശ ഉണ്ടാകത്തില്ല, തെറ്റിദ്ധാരണ ഉണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ല. സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം ഉത്തരം നൽകിയിരിക്കും. നിശ്ചയം നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല, അവൻ നീതിയുള്ള ദൈവം മാത്രമല്ല, നിന്നെ സൃഷ്ടിച്ച് നിന്നെ വീണ്ടെടുത്ത് നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന, നിന്നെ വഹിക്കുന്ന, വഴി നടത്തുന്ന ദൈവമാകിയാൽ ആബ്രഹാമിൻ്റെയും ഈശഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ പരിപാലിക്കും. ആബ്രഹാം പ്രാർത്ഥിച്ചത് അവൻ്റെ യാത്രയിലായിരുന്നു. ആബ്രഹാം ഒരു പള്ളി അന്വേഷിച്ചു പോയിട്ടില്ല. ആ കാലഘട്ടത്തിൽ പള്ളിയും ഉണ്ടായിരുന്നില്ല, ശുശ്രൂഷകന്മാരും ഉണ്ടായിരുന്നില്ല. അവന് ബന്ധമുണ്ടായിരുന്നത് ദൈവത്തോട് മാത്രം ഒരു ബന്ധമുണ്ടായിരുന്നു. അവൻ്റെ പ്രാർത്ഥന മുഴുവനും ദൈവത്തോടെയായിരുന്നു. ദൈവമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു, ഒരു കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു. അതേപോലെ അവൻ്റെ മകൻ ഈസഹാക്കും അവൻ്റെ പ്രാർത്ഥന മുഴുവനും ദൈവത്തോടെയായിരുന്നു. അന്ന് അവൻ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാനോ ദൈവാലോചന ചോദിക്കാൻ മറ്റ് ശുശ്രൂഷകന്മാരോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസം, അവരുടെ കമ്മ്യൂണിയൻ എല്ലാം ദൈവമായിട്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഒത്തിരി സാഹചര്യങ്ങളാണ് മനുഷ്യൻ വശീകരിക്കപ്പെടുന്നു. ആൾ ദൈവങ്ങളുടെ പുറകെ പോകുന്ന ഒരു കൂട്ടം, സ്ഥലം അന്വേഷിച്ചു പോകുന്ന ഒരു കൂട്ടം. ഇങ്ങനെ മനുഷ്യൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അന്ന് ആബ്രഹാമോട് ദൈവം എങ്ങനെയിരുന്നു അതേപോലെയാണ് നിൻ്റെ കൂടെയും ഇരിക്കുന്നത്. എങ്ങനെ ആബ്രഹാമിനോട് ഒരു സ്നേഹബന്ധം നിലനിർത്തിയോ അതേപോലെയാണ് ദൈവം നിന്നയോടെ സ്നേഹബന്ധം നിലനിർത്തുന്നത്. ആബ്രഹാമോട് പറഞ്ഞ വാഗ്ദത്തം പിറ്റേ ദിവസം നിറവേറിയില്ല, പിറ്റേ മാസവും നിറവേറിയില്ല, പിറ്റേ വർഷവും നിറവേറിയില്ല. 75 വയസ്സ് പ്രായമായിരുന്ന് ആബ്രഹാമോട് ദൈവം ഇടപെട്ടപ്പോൾ അത് നിറവേറിയത് 25 വർഷം കഴിഞ്ഞ. അതുവരെ അവൻ്റെ വിഷയം പെർസിസ്റ്റൻസ് ആയിരുന്നു. സ്ഥിര ഉത്സാഹത്തോട് ദൈവസന്നിധിയിൽ പ്രത്യാശയോട് വിശ്വാസത്തോട് തൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനിടയായി. അവനറിയാം കാര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ഹല്ലേലൂയ. അവൻ്റെ ഭാര്യ സാറാവിൻ്റെ ഗർഭപാത്രം നിർജീവനമായി പോകുന്നതും അവന് വളരെ നന്നായിട്ട് അറിയാം. സാഹചര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയെങ്കിലും അവൻ സ്ഥിര ഉത്സാഹത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു മഹാനായിരുന്നു. അതുകൊണ്ട് സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിച്ച വിഷയം ദൈവം അത് പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുത്തി കൊടുത്തു. യോസേഫ് തൻ്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായിരുന്നു. പക്ഷെ നഷ്ടപ്പെട്ടപ്പോൾ അവൻ കാരാഗൃഹത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന മഹാനായിരുന്നു പത്രോസ്. പക്ഷെ കാരാഗൃഹത്തിൽ അടച്ചിട്ടപ്പോൾ അവിടെ ഇരുന്നവൻ പ്രാർത്ഥിച്ചു. പൗലോസ് ഒരു സ്കോളറായിരുന്നു, ഒരു ഫാരിസിയായിരുന്നു, പള്ളിയിൽ പോയി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ അവൻ അതിനെക്കുറിച്ച് വിചാരപ്പെട്ടില്ല. അവിടെയും അവൻ സ്ഥിര ഉത്സാഹത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നിന്റെ അവസ്ഥയല്ല വിഷയം, നിന്റെ വിശ്വാസമാണ് വിഷയം. സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നീ ഏത് വിഷയത്തിന് വേണ്ടി സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അതിന് പരിഹാരം സ്വർഗത്തിലെ ദൈവം നൽകും. നിശ്ചയം. നിങ്ങളുടെ കരങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഇന്ന് പകൽക്കാലം ദൈവം എന്താണ് നിങ്ങളോട് സംസാരിച്ചത്? എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പാടായിട്ടുള്ള വിഷയമാണ്. ഒത്തിരി ഡിസ്ട്രാക്ഷനാണ്. ബിക്കോസ് ഓൺ വേയാ പ്രാർത്ഥിക്കുന്നതെല്ലാം ഓൺ വേയാ. തിരിച്ച് യെസ് ഓർ നോ ഇല്ല, തിരിച്ച് ഒരു ആശയങ്ങളില്ല, ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം എല്ലാം സ്വർഗത്തിലെ ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ
മനുഷ്യൻ നിനക്ക് വാക്കാൽ ഉത്തരം നൽകുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തികളാൽ നിനക്ക് വേണ്ടി ഉത്തരം നൽകും. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, നിന്നെ ഒരു നാളും ഹല്ലേലൂയ ക്ഷയിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ വലിയ വരൾച്ചയിൽ, വളരെ വലിയ ഫാമിനിൽ ഹല്ലേലൂയ വൃക്ഷങ്ങളെല്ലാം ഉണങ്ങി നശിച്ചു പോയ ഒരവസ്ഥ പോലെ ഇരിക്കും. പക്ഷെ അല്പകാലം കഴിഞ്ഞതിന് ശേഷം മഴ പെയ്യുമ്പം ഓരോ ചെടിയും ഉണങ്ങിപ്പോയി എന്ന് വിചാരപ്പെട്ട് നിൽക്കുന്ന ചെടികളെല്ലാം അതിൽ തളർവിട്ട് വളരുന്നത് പോലെ ഹല്ലേലൂയ സ്ഥിര ഉത്സാഹത്തോട് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ പകരും. ഉണങ്ങിയതുപോലെ ഇരിക്കാം, ഉണങ്ങിപ്പോയ അവസ്ഥയെ പോലെ ഇരിക്കാം, പക്ഷെ അതിൻ്റെ ഇടയിലിരുന്ന് തളിരുകൾ വിട്ട് വളരുവാൻ പുറത്തു വരുവാൻ